2026-27 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. സമഗ്ര വികസനം ലക്ഷ്യമാക്കിയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഒക്കൽ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ മേഖലകൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് 2026-27 വർഷത്തെ ബഡ്ജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ലൈഫ് മിഷൻ പദ്ധതി, ബഡ് സ്കൂൾ നിർമ്മാണം, ക്ഷീരഗ്രാമം പദ്ധതി, തേനീച്ച കൃഷി, കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണം തുടങ്ങി നൂതന കൃഷികൾക്കുള്ള തുക വകയിരുത്തിയിട്ടുണ്ട്. ഒക്കൽ ഗ്രാമപഞ്ചായത്തിലെ കൊടുവേലിത്തുറ, ഒക്കൽ തുരുത്ത് എന്നീ സ്ഥലങ്ങൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ആക്കുന്നതിന് ബഡ്ജറ്റിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് KO ജോണി ബഡ്ജറ്റ് അവതരിപ്പിച്ചു. സാമ്പത്തികമായി വികസനം ലക്ഷ്യമിടുമ്പോഴും സമൂഹം നേരിടുന്ന പുതിയ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുവാൻ പഞ്ചായത്തിനെ പ്രാപ്തമാക്കുക എന്ന ബൃഹത്തായ ഉത്തരവാദിത്വമാണ് ബഡ്ജറ്റ് രൂപീകരണത്തിൽ ശ്രദ്ധ പതിച്ചിട്ടുള്ളത്. അടിസ്ഥാനവർഗമായ കർഷകരെയും സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന എല്ലാ വിഭാഗജനങ്ങളെയും കർമ്മോന്മുഖരായ രംഗത്ത് വന്നിട്ടുള്ള കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സംരംഭങ്ങളെയും ഉന്നമനത്തിലേക്ക് നയിക്കുന്ന അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അധികാരം നേടിയ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്ന വികസന കാഴ്ചപ്പാടാണ് ഈ ബഡ്ജറ്റ് വിഭാവനം ചെയ്തിട്ടുള്ളത്. പ്രേക്ഷിത വരവുകൾ അടിസ്ഥാനപരമായി വ്യവസായ വാണിജ്യ മേഖലയായ ഒക്കൽ ഗ്രാമപഞ്ചായത്ത് വികസന ലക്ഷ്യങ്ങൾ മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൃഷി മേഖലയ്ക്കും ആരോഗ്യ മേഖലയ്ക്കും ഊന്നൽ നൽകി പദ്ധതി വരുമാനത്തിൻ്റെ 30% തുക കാർഷിക മേഖലയ്ക്കും അതിലൂടെ ഒക്കൽ ഗ്രാമപഞ്ചായത്ത് ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്ക് ഒരു ചുവട് കൂടി മുന്നേറും എന്നതിനെ ഈ മേഖലയിലെ ഫണ്ട് വിനിയോഗം നേർസാക്ഷ്യം നൽകുന്നു. ക്ഷീരവികസന മേഖലയിലും മൃഗസംരക്ഷണ മേഖലയിലും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്ന അതിലൂടെ ഒക്കൽ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ പുരോഗമനമാണ് ഉദ്ദേശിക്കുന്നത്. 24,32,10,071 രൂപ വരവും 24,06,56,114 രൂപ ചിലവും വരുന്ന രീതിയിലാണ് ബഡ്ജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. വിവിധ വികസന കാഴ്ചപ്പാടാണ് ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്ന് ഒക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK സിന്ധു ടീച്ചർ അറിയിച്ചു. ഒക്കൽ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ മേഖലകൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 വർഷത്തെ ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. വികസന ഫണ്ട് സാധാരണ വിഹിതം 2,89,16,000 രൂപയും ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് 92,93,418 രൂപയും പട്ടികജാതി പദ്ധതി 39,50,000 രൂപയും മെയിൻ്റനൻസ് സ്റ്റാൻഡ് റോഡ് 1,48,55,000 രൂപയും മെയിൻ്റനൻസ് സ്റ്റാൻഡ് നോൺ റോഡ് 65,01,000 രൂപയും ഉൾപ്പെടെ ആകെ 6,35,15,418 രൂപയും. നടപ്പ് വർഷത്തെ ബഡ്ജറ്റ് വിഹിതമായി MGNRGS ഫണ്ട് 3,07,08,000 രൂപയോളമാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. പഞ്ചായത്തിന്റെ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുമായി ഒരു ബഡ് സ്കൂളിന്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ലൈഫ് മിഷൻ പദ്ധതിക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ക്ഷീരഗ്രാമ പദ്ധതി, തേനീച്ച കൃഷി, അക്വാപോണിക്സ്, കാർഷിക മേഖല യന്ത്രവൽക്കരണം തുടങ്ങി നൂതന കൃഷികൾക്കുള്ള തുക വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറി സുനിൽ PS, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷഹാന ടീച്ചർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽ KN, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെൻസി പീറ്റർ, ജില്ലാ പഞ്ചായത്ത് അംഗം അഹല്യ സദാനന്ദൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ CJ ബാബു, അമൃത സജിൻ, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒക്കൽ.